അതുകൊണ്ട് ചിന്തിക്കണം. ഞാൻ പറഞ്ഞുതരാം. അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ ഇൽമിന്റെ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. സ്പെയിൻ മുതൽ ചൈന വരെ നീണ്ടുകിടക്കുന്ന രാജ്യങ്ങളുടെ തലവൻ, ചക്രവർത്തി, സമ്പന്നൻ, അധികാരി, ഒരു ദിവസം മേഘങ്ങളെ നോക്കിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, യാ സഹാബ്, അല്ലയോ മേഘങ്ങളെ, നിങ്ങൾ ഇവിടെ നിന്ന് നീങ്ങി നീങ്ങി എവിടെ പോയി നിങ്ങൾ പോയാലും അവിടെ നിന്ന് ഏത് രാജ്യത്ത് പോയിട്ട് നിങ്ങൾ മഴ ചൊരിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഏത് ഭൂമിയിൽ വീണാലും ആ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നതിന്റെ സക്കാത്ത് എന്റെ അക്കൗണ്ടിലേക്ക് വരും. അത്ര വലിയ ഭരണാധികാരിയാണ്. മേഘങ്ങളെ നോക്കിയിട്ട് പറഞ്ഞ ആളാണ്. ഈ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ തളർന്ന് അവശനായി തന്റെ കൊട്ടാരത്തിൽ തന്റെ അധികാരത്തിന്റെ കസേരയിൽ അങ്ങനെ ഇരുന്നു. അദ്ദേഹത്തിന് ദാഹം കൊണ്ട് സഹിക്കാൻ വയ്യ. അദ്ദേഹം തന്റെ വൃത്തിനോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. കുടിക്കുന്നതിന് മുമ്പ് ആ കൊട്ടാരത്തിൽ, ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ആലിമീങ്ങളെ മുഴുവനും കൊട്ടാരത്തിൽ എപ്പോഴും ഉണ്ടാവും, സ്റ്റോക്കാണ്. ആലിമീങ്ങളോട് ചോദിച്ചിട്ട് അദ്ദേഹം എന്തും ചെയ്യും. ആലിമീങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ് ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ആലിമ പറഞ്ഞാലേ ചലിക്കൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവച്ചപ്പോ ആ സദസ്സിലുള്ള ഒരു മനുഷ്യന്റെ പേരാണ് ഇബ്നു സമ്മാഖ്. ഇബ്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മുക്കുവന്റെ മോനെ. ഇന്നും അങ്ങനെയാണ് ചിലര്. ഈ മീ കച്ചവടം മോശപ്പെട്ട കച്ചവടമാണോ? ഓരോ തൊഴിലിനും അതിന്റെ മഹത്വം ഉണ്ട്. മെയ് 1 കിടന്ന് ആചരിച്ചിട്ടൊന്നും കാര്യമില്ല. ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂലാണ്. ആദ്യമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന് മുമ്പ് ഇത്ര കൂലി എനിക്ക് തരണമെന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് അങ്ങനല്ല. ജോലി ചെയ്യുന്നു, തോന്നുന്ന 10 രൂപയ്ക്ക് 10 രൂപ, 5 രൂപയ്ക്ക് 5 രൂപ, 2 രൂപയ്ക്ക് 2 രൂപ അങ്ങനെ കൊടുക്കുമായിരുന്നു പണ്ട്. പക്ഷെ ഞാൻ ഈ ജോലി ചെയ്തു തരാം, എനിക്ക് 600 രൂപ തരണമെന്ന് ചോദിക്കാൻ പഠിപ്പിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലി ചെയ്തു കഴിഞ്ഞാൽ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് പൈസ കൊടുക്കണമെന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. അപ്പൊ ഇബ്നു സമ്മാഖ് എന്ന് പറയുന്ന ബഡാ ആലിം, മുക്കുവന്റെ മോനെ എന്ന് അദ്ദേഹം മുക്കുവന്റെ മോനായിട്ട് തന്നെയാണ് പിന്നെ ആ നാട്ടിൽ അങ്ങനെ പറഞ്ഞു വന്നു. പക്ഷെ വലിയ ആലിമാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ വളരെ ദാഹജലത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് 2 ചോദ്യം ചോദിക്കാം. ഈ 2 ചോദ്യത്തിന് മറുപടി തന്നിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരിക്കുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട്, ദാഹിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യം മുഴുവനും വെള്ളമില്ലാതെ വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു ഇറുക്ക് വെള്ളം കിട്ടാനില്ല, ഒരു ദാഹം ശമിപ്പിക്കാൻ ഒരല്പം വെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലാണ് അങ്ങ് എങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞാൽ അയൽ രാജ്യത്ത് നിന്ന് ഒരാൾ പറയുകയാണ്, ഹാറൂൻ റഷീദെ, നിങ്ങൾക്ക് ഞാൻ ഒരല്പം വെള്ളം തരാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കും? ചോദ്യം 1. മനസ്സിലായോ? വരൾച്ചയാണ്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഇറക്ക് വെള്ളം കിട്ടാനില്ലാത്ത സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അയൽ രാജ്യത്ത് നിന്ന് ഒരാൾ പറയുകയാണ്, ഹാറൂൻ റഷീദ്, നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തരാം, നിങ്ങൾ എന്ത് അയാൾക്ക് പാരിതോഷികമായി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എന്റെ അയൽ രാജ്യത്ത് നിന്ന് ഒരാൾ സഹായമായിട്ട് എനിക്ക് കുടിക്കാൻ വെള്ളം തന്നാൽ അവന് ഞാൻ എന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗവും ഞാൻ സമ്മാനമായി നൽകുമെന്ന് ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു. ചോദ്യം ഓക്കെ, ഉത്തരം ഓക്കെ. എന്നാൽ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അത് നിങ്ങളുടെ ഉദരത്തിൽ എത്തി, വയറ്റിലെത്തി. ആ കുടിച്ച വെള്ളം പുറത്തേക്ക് പോകുന്നില്ല, മൂത്ര തടസ്സമുണ്ടായി. മൂത്ര തടസ്സം വരുമ്പോഴേ പ്രശ്നമുള്ളൂ, ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോണം.
മൂത്ര തടസ്സം ഉണ്ടായി, വെള്ളം പോകുന്നില്ല, കുടിച്ച വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു വൈദ്യൻ പറയുകയാണ്, അല്ലയോ ഹാറൂൺ റഷീദ്, നിങ്ങളുടെ മൂത്ര തടസ്സം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ ആ വൈദ്യന് നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് കൊടുക്കും? അപ്പൊ പറഞ്ഞു, ഹാറൂൺ റഷീദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്റെ ബാക്കി പകുതിയുള്ള രാജ്യം ഞാൻ അയാൾക്ക് കൊടുക്കും. ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു തആല പൊട്ടിച്ചിരിച്ചു. ഹാറൂൺ റഷീദ്, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചു, അത് വയറ്റിലായി, തിരിച്ച് ആ വെള്ളം പുറത്തേക്ക് വരണം. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പുറത്ത് വിട്ടപ്പോ നിങ്ങളുടെ രാജ്യം മുഴുവനും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഹാറൂൺ റഷീദ് ഫഖീറാണ്. എന്നിട്ട് പറഞ്ഞു, ഹാറൂൺ റഷീദ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ, അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അതുകൊണ്ട് ഹാറൂൺ റഷീദ്, നിങ്ങൾ ശുക്ർ ചെയ്യണം. ആ സദസ്സിൽ, കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവനും ഒന്നായി ശുക്ർ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുമ്പോൾ റബ്ബ് നൽകിയ അനുഗ്രഹം എത്രയാണ്? നമ്മളൊന്ന് ഫ്ലഷ് അടിച്ചു വിടുമ്പോൾ, ഒരു മൂത്രം ഒഴിച്ചിട്ട് അടിച്ചു വിടുമ്പോൾ 5 ലിറ്റർ വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. ഓർക്കണം, ഒരു അര ഗ്ലാസ് മൂത്രം ഒഴിച്ചിട്ട് ഫ്ലഷ് അടിക്കുമ്പോൾ 5 ലിറ്റർ വെള്ളം. ഒരു ദിവസം ഒരാൾ 5 പ്രാവശ്യം മൂത്രം ഒഴിച്ചാൽ എത്ര ലിറ്റർ വെള്ളം? 25 ലിറ്റർ. ഒരാൾ 10 പ്രാവശ്യം മൂത്രം ഒഴിച്ചാലോ? നോർത്ത് നോക്കി, എത്ര അടിച്ചടിച്ച് കളയുന്ന വല്ല ബോധമുണ്ടോ നമുക്ക്? അള്ളാഹ് തരുമ്പോൾ നമുക്ക് ബോധമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരാം. അള്ളാഹ് തൗഫീഖ് തരട്ടെ. എന്താണ് വെള്ളം? എന്താണ് വെള്ളം? വല്ലാഹു ഖലഖകും വല്ലാഹു ഖലഖ കുല്ല ശൈ വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ഇതിൽ നിന്ന്. അപ്പൊ പിന്നെ മണ്ണിൽ നിന്നാണെന്ന് പറഞ്ഞത്, മണ്ണ് കുഴയ്ക്കുന്നത് വെള്ളം കൊണ്ടാണ്. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഈ ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും എല്ലാ മനുഷ്യരെയും അള്ളാഹ് സൃഷ്ടിച്ചത് വെള്ളം. ഫമിൻഹും മൻ യംശി അലാ ബത്നി. അതിൽ ഉദരജീവികളുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ. അതിൽ ഇരുകാലികളുണ്ട്. 2 കാലിന്മേൽ നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബഅ. 4 കാലികളുമുണ്ട്. 4 കാലികൾ, ഇരുകാലികൾ, ഉദരജീവികൾ, ഇതിനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്ന്. وهو الذي خلق من الماء بشرا. പ്രത്യേകിച്ച് എന്താ പറയാ, മനുഷ്യ, നിന്നെ അള്ളാഹു മണ്ണിൽ നിന്നല്ല വെള്ളത്തിൽ നിന്നാണ് പടച്ചത്. മണ്ണിൽ നിന്ന് മറ്റൊരു ആയത്ത്, വെള്ളത്തിൽ നിന്നാണ് പടച്ചത്. വെള്ളം ഇല്ലാതെ മനുഷ്യർ നിലനിൽപ്പില്ല. ഏത് ഡോക്ടറുടെ അടുക്കലേക്ക് പോയാലും പറയും, വെള്ളം കുടിക്കാറുണ്ടോ? ഡോക്ടർ പറയണം വെള്ളം കുടിക്കാൻ. മുത്തുനബി പഠിപ്പിച്ചു, വെള്ളം കുടിക്കാൻ പറഞ്ഞു, കുടിയൂല. നിങ്ങൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഞാൻ പറയാം, ഒരു മനുഷ്യന്റെ ജീവൻ വെള്ളത്തിലാണ്. ഒരു മനുഷ്യന്റെ ജീവിതം വെള്ളത്തിലാണ്. ഒരു മനുഷ്യന്റെ ഒടുക്കവും. നല്ല ഉറക്കം വരുന്നു. ഞാൻ ഈ ഉറങ്ങിയിരിക്കുന്ന സമൂഹത്തോട് ഉച്ച സമയത്ത് ഒരു മനുഷ്യൻ AC കൂടെ വെക്കണം. അള്ളാഹ് തൗഫീഖ് തരട്ടെ, നല്ലപോലെ ഉറങ്ങാമല്ലോ. ഒരു മനുഷ്യന്റെ ജനനം വെള്ളത്തിൽ. ഞാൻ അതാ പറഞ്ഞ് ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ജനനം വെള്ളം, ഒരു മനുഷ്യന്റെ ജീവിതം വെള്ളത്തിലെ മധ്യത്തിലെന്നല്ല അതിന്റെ അർത്ഥം. വെള്ളം, അടിസ്ഥാന വെള്ളത്തില്. ഒരു മനുഷ്യന്റെ ഒടുക്കത്തെ പോക്കുണ്ടല്ലോ, അവസാന പോക്ക്, അതും ഒരു ഇറക്ക് വെള്ളം ഇറ്റിച്ചു കൊടുക്കില്ലേ, സംസം വെള്ളം തൊത്തു കൊടുക്കില്ലേ വാപ്പാക്ക്. ഒരു കുട്ടി, ആ കുട്ടി ഉമ്മാന്റെ ഉദരഗഹ്വരത്തിൽ, ഗർഭാശയത്തിൽ കഴിയണമെങ്കിൽ 79% വെള്ളം ആ ഗർഭാശയത്തിൽ അനിവാര്യമാണ്. വെള്ളം പൊട്ടിപ്പോയി ഇനി രക്ഷയില്ലാന്ന് ആശുപത്രിയിൽ പറയൂലേ ഡോക്ടർമാർ, ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണം, ഇനി കിട്ടൂല. വെള്ളത്തിന്റെ വില മനസ്സിലാക്കിയോ? ഉമ്മാന്റെ വയറ്റിൽ ഒരു കുട്ടി കിടക്കണമെങ്കിൽ 79% വെള്ളം അനിവാര്യമാണ്.
ഒരു മനുഷ്യന്റെ തലച്ചോറിൽ 90% വെള്ളം അനിവാര്യമാണ്. ഒരു മനുഷ്യന്റെ കിഡ്നിയിൽ 83% വെള്ളമാണ്. ഒരു മനുഷ്യന്റെ നാഡീഞരമ്പുകളിൽ 75% വെള്ളമാണ്. ഒരു മനുഷ്യന്റെ ശ്വാസകോശത്തിൽ 86% വെള്ളമാണ്. ഒരു മനുഷ്യന്റെ രക്തത്തിൽ 90% വെള്ളമാണ്. ഒരു മനുഷ്യൻ ആകെ ശരാശരി 6 അടി പൊക്കമുള്ള മനുഷ്യന്റെ ശരീരത്തിൽ 65-70% വാട്ടറാണ്. നമ്മൾ വെള്ളം ഇല്ല എന്ന് കരുതുന്ന മനുഷ്യ ശരീരത്തിലെ ഈ എല്ലിൽ 22% വെള്ളം വേണം. ഈ വെള്ളത്തിന്റെ മുകളിലാണ് മനുഷ്യൻ നിലനിൽപ്പ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരത്തിന് ശേഷം ഹബീബായ തങ്ങളെ കുറിച്ച് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനമാ യസ്തൈഖദു മിൻ നൗമിഹി وبعد فراغه من الصلاة ذكر الله ويتناول كوبا من الماء أو كما قال عليه الصلاة والسلام. അള്ളാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചോ, 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും 5 വഖത്ത് നമസ്കാരത്തിന് ഫറളായ നമസ്കാരത്തിന് ശേഷവും ഹബീബായ തങ്ങൾ ചെയ്യുന്ന 2 കാര്യം. 1 ദക്കറല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കും. 2 യതനാവലു കൂബം മിനൽ മാ, ഒരു കോപ്പ വെള്ളം, പച്ചവെള്ളം കുടിക്കുമായിരുന്നു പുണ്യ റസൂൽ. ഡോക്ടർ പറയും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 3 ലിറ്ററെങ്കിലും കുടിക്കണം. ഇപ്പൊ ഡയറ്റ് ചെയ്യുന്നവര് 20 കിലോ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളം, 40 ആണെങ്കിൽ 2 ലിറ്റർ വെള്ളം, 80 കിലോ ഉണ്ടോ എത്ര 4 ലിറ്റർ വെള്ളം, 100 കിലോ ഉണ്ടെങ്കിൽ 5 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. നബിതങ്ങൾ പറഞ്ഞു സുബഹി കഴിഞ്ഞ് ആദ്യം എഴുന്നേൽക്കുമ്പോ റസൂൽ ചെയ്യുന്നത് അള്ളാഹുവിനെ സ്മരിക്കും. 2 യതനാവലു കൂബം മിനൽ മാ, ഒരു കോപ്പ വെള്ളം കുടിക്കും. മുഹമ്മദ് മുസ്തഫ. കാര്യം വെള്ളം കുറയാൻ പാടില്ല. എല്ലാ രോഗത്തിന്റെ അടിസ്ഥാനം വെള്ളക്കുറവാണ്. മൂത്രത്തിപ്പഴുപ്പ്, മൂത്രത്തിക്കല്ല് വന്ന അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഭയങ്കര വേദനയാണ്. മൂത്രത്തിക്കല്ല്, അസ്ഥിയുരുക്കം, സ്ത്രീകൾക്ക് വരുന്ന എല്ലാത്തിന്റെ അടിസ്ഥാനം വെള്ളം കുറഞ്ഞോ ബോഡി നിലനിൽക്കൂല. അതുകൊണ്ട് വെള്ളം നല്ലതുപോലെ കുടിച്ചു. ചൂട് സമയം ഒരു 2 ലിറ്റർ വെള്ളം വിയർപ്പായിട്ട് പോയാൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം. എത്ര? 2 ലിറ്റർ വിയർപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ 4 ലിറ്റർ വെള്ളം കുടിക്കണം. അള്ളാഹ് വെള്ളം കുടിക്കാൻ തൗഫീഖ് തരട്ടെ. അവസാനം വെള്ളം കുടിച്ച് മരിക്കാനും അള്ളാഹ് തൗഫീഖ് തരട്ടെ. പട്ടിണിക്കിട്ട് കൊല്ലാതെ മക്കളൊക്കെ നല്ല വെള്ളമൊക്കെ തന്ന് റാഹത്തായി കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണെന്ന് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ് ഒരു മനുഷ്യന്റെ ജീവിതം നിലനിൽക്കണമെങ്കിലും വെള്ളം അത്യാവശ്യമാണ്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. ഉറങ്ങിയിരിക്കുന്ന ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവൻ നിലനിൽക്കാൻ വെള്ളം, ജീവിതം നിലനിൽക്കണമെങ്കിലും വെള്ളം. നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ജുമാ കഴിഞ്ഞ് പോയി ഇരിക്കുമ്പോൾ ഭാര്യ ഉണ്ടാക്കി തരുന്ന നെയ്ച്ചോറും ഇറച്ചി, വെള്ളിയാഴ്ച മിക്കവാറും അതാണല്ലോ, നെയ്ച്ചോറും ഇറച്ചി, ബിരിയാണി, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെ വന്നു? വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല. ആകാശത്ത് നിന്നും മേഘങ്ങളെ അള്ളാഹ് കീറിയിട്ട് വെള്ളം ഒഴിച്ചു തന്നില്ലേ? ആ വെള്ളത്തെ ഈ ഭൂമിയുടെ ഗർഭാശയത്തിലേക്ക് അള്ളാഹ് ഇറക്കി ഭൂമി അങ്ങോട്ട് കീറി. فأنبتنا فيها حبا, മുളയ്ക്കാൻ തുടങ്ങി, സസ്യങ്ങൾ വരാൻ തുടങ്ങി. وعنبا وقضبا وزيتونا ونخلا وحدائق
അതിൽ പഴവർഗ്ഗങ്ങളുണ്ട്, മുന്തിരിയുണ്ട്, തോട്ടങ്ങളുണ്ട്, ഇടതൂർന്ന തോട്ടങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്, എല്ലാം നിങ്ങൾക്ക് തന്ന്. മനുഷ്യ, ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വരൾച്ച അനുഭവിച്ചാണ്ടല്ലോ ആ നാട്ടിൽ ഒന്നും ഉണ്ടാവൂല. ജീവിതം നിലനിൽക്കണമെങ്കിലേ വെള്ളം അത്യാവശ്യമാണ്. അള്ളാഹു വരൾച്ചയിൽ നിന്ന് മോചനം തരട്ടെ. നല്ല റഹ്മത്തിന്റെ മഴ തന്ന അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. അപ്പൊ എന്താ? ഒന്ന്, ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം. രണ്ട്, ജീവിതം നിലനിൽക്കണമെങ്കിൽ വെള്ളം. മൂന്ന്, ഒരു നാട് പുരോഗതി പ്രാപിക്കണമെങ്കിൽ ആ നാട്ടിൽ വെള്ളം നിർബന്ധം. തൊളിക്കോട് വെള്ളം ഇല്ലാത്ത നാടാണെങ്കിൽ പിന്നെ മനുഷ്യന്മാരാരെങ്കിലും ഇവിടെ ജീവിക്കാൻ വരുമോ? തൊളിക്കോട് വെള്ളമില്ലാത്ത ഒരു പ്രദേശമാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഇവിടെ വരിക്കുമോ? നമ്മൾ ഇവിടുന്ന് അടുത്ത നാട് തേടിപ്പോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനങ്ങളെ മക്കയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയപ്പോ സന്താനത്തെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ദുആ ചെയ്യുന്ന റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹ്, ഒരു കൃഷി യോഗ്യമല്ലാത്ത ഒരു സ്ഥലത്ത്, വെള്ളമില്ലാത്ത ഒന്നുമില്ലാത്ത സ്ഥലത്താണ് ഞാൻ എന്റെ മക്കളെ ഉപേക്ഷിക്കുന്നത്. ആ നാടിനെ അള്ളാഹ് സംസം കൊണ്ട് അലങ്കരിച്ചില്ലേ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമായി മക്ക മാറിയില്ലേ? എന്താ കാരണം? സംസം. അവസാനിക്കാത്ത ഒരു ജലം അള്ളാഹ് കൊടുത്തില്ല. ആ നാടിനെ അള്ളാഹു വികസിപ്പിച്ചത്, പരിപോഷിപ്പിച്ചത് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താണ്? ഒന്നുമില്ലാത്ത ഭൂമിയാണ്, ഞാൻ ഇവിടെയാണ് എന്റെ കുട്ടീനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ആ സ്ഥലത്ത് അള്ളാഹു ആ നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ ആദ്യം ചെയ്ത് സംസം എന്ന വെള്ളം. ഇനി ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വെള്ളം, ഒന്നാമത് വെള്ളത്തിന് വില നിശ്ചയിച്ചു, അപ്പൊ അള്ളാഹു വലയിട്ടു. വെള്ളം കച്ചവടവൽക്കരിച്ചു, അള്ളാഹു വലയിട്ടു. ശ്രദ്ധിക്കണം, പറയുന്നതിന് അടുത്ത് കേട്ടോണം. ഈ വെള്ളം നമ്മൾ എന്ന് തടഞ്ഞോ? ഇപ്പൊ കിണറൊക്കെ പോയി നോക്കിയ കിണറൊക്കെ ലോക്ക് ഇട്ടിരിക്കുകയാണ്. അയൽവാസി വെള്ളം എടുക്കാൻ ഞങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾക്കും കൂടെ എടുത്താലോ? അതുകൊണ്ട് കമ്പി ഇട്ട് വലയം ചെയ്ത് ലോക്ക് ഇട്ടിരിക്കുകയാണ്. വെള്ളം ആർക്കും കൊടുക്കൂല, തടയാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഒന്ന് രണ്ട് ആയത്ത് ഓതി തരാം. ഈ വെള്ളം അള്ളാഹ് തരുന്നതാണ്, അള്ളാഹു തരുന്നതാണ്, ഏറ്റവും വലിയ മഹത്വമാണ്. ഈ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്തു? വില നിശ്ചയിച്ചു, അള്ളാഹ് അത് തടഞ്ഞു. ഒന്ന്, ഈ വെള്ളത്തിന് വില നിശ്ചയിച്ചു, അള്ളാഹ് തടഞ്ഞു. ഈ വെള്ളം കിട്ടിയതിന്റെ പേരിൽ നമ്മൾ ജീവിതത്തിൽ അള്ളാഹ് വലിച്ചു. നിങ്ങൾക്ക് ഞാൻ ശുദ്ധമായി വെള്ളം തന്നില്ലേ? നിങ്ങൾ നോക്കൂ, ഈ ഭൂമിയിൽ 97% ഉപ്പ് വെള്ളമാണ്. ഈ ഭൂമി തന്നെ കിടക്കുന്ന വെള്ളത്തിന്റെ മുകളിലാണ് 97% ഉപ്പ് വെള്ളമാണ്. അതിൽ 3%, 1% മാത്രമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരൊറ്റ ശതമാനമാണ്. 97% ഉപ്പാണ്, മുഴുവനും കടലാണ്, ഫുള്ള് ഉപ്പ് വെള്ളമാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളം ഒരൊറ്റ ശതമാനം മാത്രമേ ഉള്ളൂ. ഈ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് നാം ഈ വെള്ളത്തെ ഇറക്കി തന്നു. എന്തിനു വേണ്ടിയാ? ലിന്നുഹിയ ബിഹി ബൽദതൻ മൈത, ചത്തുപോയ മരിച്ചുപോയ നാടിനെ ജീവിപ്പിക്കാൻ. എന്താ മനസ്സിലായി? ഒരു നാടിന്റെ വികസനത്തിന് അടിസ്ഥാനം വെള്ളം നിർബന്ധമാണ്. ഇവിടെ എല്ലാം നമ്മുടെ ഈ കിണർ പോലും പറ്റിപ്പോയി. ഒരു നാടിന്റെ വികസനത്തിന്, പുരോഗതിക്ക് അടിസ്ഥാനം മക്ക ക്യാപിറ്റലായത് വെള്ളമാണ്. ഇന്നും നിലയ്ക്കാത്ത വെള്ളം നിങ്ങൾക്ക് അവിടെ കിട്ടും. ലക്ഷോപലക്ഷം ജനങ്ങൾ പോയിട്ട് കൊണ്ടുവരുന്നല്ലോ, അടിച്ചു മാറ്റാതെ 5 ലിറ്റർ കൊണ്ടുവരും, അടിച്ചു മാറ്റി 10 ലിറ്റർ കൊണ്ടുവരും. എന്നിട്ടും ഇന്നും അവിടെ അവസാനിക്കുന്നുണ്ടോ വെള്ളം? അതാണ് ആ നാടിന്റെ പുരോഗതി. നമ്മുടെ അവസ്ഥ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? എത്രയോ വരൾച്ചയാണ്. എന്താ വരൾച്ച എന്ന് കേട്ടോ? ഈ വെള്ളം ഞാൻ അങ്ങോട്ട് ഇറക്കി തന്നു.
എന്തിനാണ് ഞാൻ വെള്ളം ഇറക്കി തന്നത്? ചത്തുകിടക്കുന്ന, വരൾച്ച അനുഭവിച്ചു കിടക്കുന്ന നാടിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാണ്. വനുസ്ഖിയഹു, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം, വലഖദ് സറഫ്നാ ബൈനഹും ലിയദ്ദക്കറൂ, നിങ്ങൾക്ക് ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് ഓഹരി ചെയ്തു തന്നു. എന്തിനു വേണ്ടി? ലിയദ്ദക്കറൂ, നിങ്ങൾ എന്നെ സ്മരിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ചെയ്തത് ആ വെള്ളം അയൽവാസിക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചു. ആ വെള്ളം ഒരാൾക്കും കൊടുക്കാതെ നിങ്ങൾ തടഞ്ഞു വെച്ചു. കുടുംബക്കാരന് കൊടുക്കാതെ തടഞ്ഞു വെച്ച്, ലോക്കിട്ട് വെച്ചു. ഒരു മനുഷ്യനും കൊടുക്കാതിരുന്നു. അയൽവാസിക്ക് തുറന്നു കൊടുത്തില്ല. ആ വെള്ളം കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ ശുക്ർ ചെയ്തില്ല. പറയാണ്, നിങ്ങൾ ഏറ്റവും വലിയ തെമ്മാടികളും നന്ദിയില്ലാത്തവരുമായി. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം കേട്ടോ. ഈ ചോദ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തിയത്. വലൗ ശിഅ്നാ ലബഅസ്നാ ഫീ കുല്ലി ഖർയത്തിൻ നദീറ, ഞാൻ തീരുമാനിച്ചായിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഈ വെള്ളം കൊടുക്കാതെ, പാവങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നില്ലേ? അയൽവാസിക്ക് വെള്ളം വറ്റിപ്പോയപ്പോ നിങ്ങളുടെ കിണറ്റിൽ നിന്ന് കൊടുക്കാൻ നിങ്ങൾ ലോക്ക് ചെയ്തില്ലേ? നിങ്ങൾ ശുക്ർ ചെയ്തില്ല അല്ലെ? നിങ്ങൾക്ക് ഞാൻ വെള്ളം ഓഹരി ചെയ്തപ്പോ നിങ്ങൾ ശുക്ർ ചെയ്താൽ പൂഴ്ത്തി വെച്ചില്ലേ? വലൗ ശിഅ്നാ ലബഅസ്നാ ഫീ കുല്ലി ഖർയത്തിൻ നദീറ, ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഓരോ ഗ്രാമത്തിലും ഞാനൊരു താക്കീതുകാരനെ ഞാൻ അങ്ങോട്ട് വിടുമായിരുന്നു. ആ താക്കീതുകാരൻ ആരെന്നറിയുമോ? ആ താക്കീതുകാരനാണ് വരൾച്ച. തഫ്സീർ എടുത്ത് നോക്കൂ. നിങ്ങൾ കൊടുക്കാതെ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്തില്ല. വെള്ളം ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ നന്ദി ചെയ്തില്ല. നിങ്ങൾ കിട്ടിയ നിയമത്ത് ആർക്കും കൊടുത്തില്ല. ഞാൻ തീരുമാനിച്ചാൽ നിങ്ങളിലേക്ക് ഫീ കുല്ലി ഖർയത്തിൻ നദീറ, എല്ലാ ഗ്രാമത്തിലും ഞാനൊരു താക്കീതുകാരനെ നിയോഗിക്കുമായിരുന്നു. ആരാണ് ആ താക്കീതുകാരൻ? ആരാ? തഫ്സീർ വരുന്നത് വരൾച്ച ഞാൻ അങ്ങോട്ട് ഇട്ട് തരും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, ഈ ഹദീസ് കൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ആയിഷ ബിയുടെ ചോദ്യത്തിന് മുമ്പിൽ മുത്തുനബി പറഞ്ഞു, ആയിഷ, നിങ്ങൾ 3 കാര്യങ്ങൾ തടയരുത്. പണ്ട് മുതലേ നമ്മുടെ ഉമ്മുമ്മമാർ പറയുന്ന ഒരു ഹദീസാണ്. 3 കാര്യങ്ങൾ തടയരുത്. 1 അറിയാം നിങ്ങൾക്ക് എന്താണ്? 1 വെള്ളം, 2 വഴി അല്ല, 2 തീ, 3 ഉപ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപ്പ് നിങ്ങൾ തടയരുത്. ഉപ്പ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്. തീ തടയരുത്. വെള്ളം തടയരുത്. ഗ്യാസ് കുറ്റി തീർന്നു, അയൽവാസി വന്ന് ചോദിച്ചാ നാളെ വണ്ടി വരുമ്പോ ഞാൻ എടുത്തു തരാം. ഇല്ല, ഈ ഹമക്കിന്റെ വീട്ടിൽ 2 എണ്ണം ഒന്ന് ഉപയോഗിക്കുന്നു, 2 എണ്ണം എക്സ്ട്രാ ഇരിപ്പുണ്ട്, കൊടുക്കൂല. റസൂൽ പറഞ്ഞ തടയരുത്. തീ എന്ന് പറഞ്ഞാൽ അന്നിപ്പോ ഗ്യാസ് കുറ്റി ഇല്ല, ഇത് തന്നെയാണ് സാധനം. തീ തടയരുത്, ഉപ്പ് തടയരുത്, വെള്ളം തടയരുത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിശദീകരിച്ചു, ആയിഷ, നിങ്ങൾ ഉപ്പ് തടയാതെ ഉപ്പ് ഹദിയ ചെയ്താൽ ആ ഉപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവനും സദഖ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും ആയിഷ. എന്താണ് ഇസ്ലാം? 2, നിങ്ങൾ തീ ഒരാൾക്ക് തടഞ്ഞു വെക്കാതെ ഗ്യാസ് കുറ്റി തീർന്നപ്പോ കുറ്റി അയൽവാസിക്ക് കൊടുത്തു സഹായിച്ചു. ആയിഷ, ആ ഗ്യാസ് കൊണ്ട്, ആ തീ കൊണ്ട് എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നോ ആ ഭക്ഷണം മുഴുവനും നിങ്ങൾ ഹദിയ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പുണ്യ റസൂൽ. ആ വീട്ടുകാർ മന്തി ഉണ്ടാക്കി, നമ്മൾ മന്തി മേടിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ കൂലി നമുക്ക് അക്കൗണ്ടിൽ കയറുമെന്ന് പുണ്യ റസൂൽ. എന്നാൽ വെള്ളത്തിന്റെ കാര്യം നിങ്ങൾ കേട്ടോ. ആയിഷ ബിയോട് നബി നിങ്ങൾ പറയാം, ആയിഷ, വെള്ളം സുലഭമായി കിട്ടുന്ന കാലമാണ്. ആ കാലത്ത് പോലും നിങ്ങൾ വെള്ളം കിണറ്റിൽ നിന്ന് കോരിക്കൊടുത്തു, കിണറ്റിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്തു, സാധുക്കൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം കിട്ടും ആയിഷ. എന്നാൽ ആയിഷ കേട്ടോ, ഇനി വെള്ളം കിട്ടാത്ത വരൾച്ചയുടെ കാലഘട്ടമാണ്. ആ കാലത്താണ് നീ വെള്ളം തടഞ്ഞു വെക്കാതെ വെള്ളം നിങ്ങൾ സപ്ലൈ ചെയ്തതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ, ആ കാലഘട്ടത്തിലാണെങ്കിൽ ഫക്കഅന്നമാ അഹ്യാഹാ, ഒരു ജീവൻ നൽകിയതിന്റെ പ്രതിഫലം കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ.
ഒരാൾക്ക് ജീവൻ കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടുന്നു. എന്താണ് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയാലുള്ള കൂലി എന്താണ്? വെള്ളം വരൾച്ചയിൽ ആയ കാലത്ത് നിങ്ങൾ ഒരാൾക്ക് വെള്ളം കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ അയാൾക്ക് ജീവൻ നൽകിയതിന്റെ പ്രതിഫലം കിട്ടും. ഇനി സുലഭമായി വെള്ളം കിട്ടുന്ന കാലത്താണ് നിങ്ങൾ വെള്ളം കൊടുത്തതെങ്കിൽ അയാൾ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വെള്ളം കൊടുക്കണം. കിണറിൽ വെള്ളം വറ്റും, അത് വറ്റേണ്ട സമയത്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വറ്റും. അതുകൊണ്ട് ഈ വരൾച്ച അതിന്റെ അടിസ്ഥാന കാരണം ഒരു നാടിന്റെ പുരോഗതിയാണ് വെള്ളം. ആ വെള്ളം തടഞ്ഞു വെക്കുകയോ ആ നിയമത്ത് കിട്ടിയിട്ട് ശുക്ർ രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്താൽ വലോ ശിനാ ലബഅസ്നാ ഫീ കുല്ലി ഖർയത്തിൻ നദീറാ, എല്ലാ നാട്ടിലേക്കും ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു താക്കീതുകാരനെ ഞാൻ അയക്കുമായിരുന്നു. ആ താക്കീതുകാരനാണ് ഇന്ന് നമ്മുടെ നാട്ടിലും വന്നത് എന്ന് ചുരുക്കം. അള്ളാഹു വരൾച്ചയിൽ നിന്ന് മോചനം തരട്ടെ. അള്ളാഹു